സാറേ നല്ല വെയിലാണല്ലോ. സാറേ ഈ നട്ടാറ വെയിലത്ത് നിൽക്കണം, നമുക്ക് ആ വളവില്ലാത്ത തണലിൽ എവിടെയെങ്കിലും ഒതുക്കിയിട്ട് നിന്നാ പോരെ? ഇതിപ്പോ മാസാവസാനായി ടാർഗറ്റ് എത്തിക്കണ്ടേ? ഒരുത്തിനും കാണുന്നില്ലല്ലോ. വരും വരും ഇതുകൊണ്ടെന്ന് ഇവിടെ നടക്കിട്ട് ആളുകൾ സിഗ്നൽ കൊടുക്കണ്ടാവും, അപ്പുറത്തെ വഴി പോകും പിള്ളേര്. അതെ അതെ വരുന്നുണ്ട്. ഓ ഹൈ സ്പീഡിലാണ്. ഒരു അമ്മയ്ക്ക് വായു ഗുളിക വാങ്ങാൻ പോകുന്നു. കള്ളനായോ കള്ളുടിച്ചാ പോണേ, കണ്ടാലറിയായി പിടിക്കണം, ചെറിയ കേസാക്കണേ. നിർത്താതെ പോയവനെ കള്ളു കുടിച്ചതിന് ചാർജ് ആക്കണ എങ്ങനെയാണ്? വല്ല തെളിവുണ്ട? അല്ല കള്ളു കുടിച്ചത് അവന്റെ പോക്കിലറിയാലോ. അവൻ പോയ പോക്ക് നോക്കിയേ, കള്ളനായി. ആ ബാറിന്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഒരുത്തൻ. അങ്ങോട്ട് നോക്കണ്ട, അങ്ങോട്ട് നോക്കണ്ട, അവൻ സ്പീഡ് കൂട്ടും. കാണാത്ത പോലെ സാറേ അടക്കെ ഒന്ന് കുതിക്കും. സാറേ എഴുതിക്കോ എഴുതിക്കോ. അവിടെ മതി മതി. ഹെൽമെറ്റ് കഴിക്കും. എവിടെ പോണേ? ഞാൻ അക്കരെ വീട്ടിലേക്ക് പോകണം. വീടവിടെ? ഇതിന്റെ ഈ റോഡിനക്കരെയാണ്. ബാറിന്ന് കള്ളുടിച്ചോണ്ട് ഇറങ്ങിയാണല്ലേ? അല്ല, ഞാൻ മദ്യം ഞാൻ കൈ കൊണ്ട് ഓടാറില്ല. ആ പിന്നെ അങ്ങനെ ആരെങ്കിലും ഒഴിച്ചു തരണോ? എടാ നിന്റെ കണ്ണുമോറും കണ്ടറിയാല്ല, നീ നസ്സലായിട്ട് അടിക്കുമെന്ന്. സാർ അത് ഉറങ്ങായിട്ടാണ്. ഉറങ്ങാത്ത ഈ മീൻ പിടിക്കാൻ പോവാ. എല്ലാത്തിനും ഉത്തരം ഉണ്ടല്ലേ? മീൻ പിടിക്കാനോ? ആ, എവിടെ? ഇതിന്റെ അടുത്തുള്ള പുഴയിലാണ്. ആണോ? മീൻ കിട്ടില്ലല്ലോ. ആ കിട്ടാറുണ്ട്. എന്തൊക്കെ കിട്ടൂ? കരിമീന്, വാള, ചൂര. കരിമീന് കിട്ടുമോ? കിലോക്ക് കിട്ടും. നിരിക്ക മീൻ കച്ചവടം നമുക്ക് പിന്നെ നടത്താം. കാര്യം പറഞ്ഞു കൊടുക്കണം. മീനിന്റെ കഥ പറയാ. വണ്ടി കയറി പോയിട്ട്. അല്ല സാറേ, ഞാൻ കഴിക്കാറില്ല. അത് മെഡിക്കൽ എടുത്തിട്ട് പോകാം. പോയി വണ്ടിയൊക്കെ എന്താണ്ടാ സ്റ്റാൻഡ് കിട്ടുന്നില്ല? എങ്ങോട്ടേക്ക് കള്ളു കുടിച്ച് വെളിവില്ലാതെ എന്തും കണ്ടത്? ഉള്ളു പിറ്റ ഒതുക്കി ഒതുക്കി ഒന്നുകൂടി. അവൻ വെളിച്ചെണ്ണ കുടിച്ചിട്ടുണ്ട്. മര്യാദ കൂടാ. കേടായോ? നേരത്തെ ഒറ്റിതല്ലേ? അതെ ഒന്നെടുത്തില്ലേ? എന്താ സംഭവം? ഒരു തപ്പോലെ തരാ കുടിച്ചില്ല, കുടിക്കൂല. കുടിച്ചില്ലേ? കുടിക്കൂല. അറസ്റ്റ് സംസാരിക്കാം. എസ് ഐ അതാണ്. എന്താണ് വല്ലതും പറയണ്ട? സാറേ എസ് ഐ അല്ലേ സാറേ? അതെ സാറേ, കുതന്ത്രതന്ത്ര മന്ത്രമൊന്നും പറയില്ലടാ, കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ, അവനെ ഹെൽമറ്റും വെച്ചിട്ടില്ല, കള്ളും കുടിച്ചിട്ടുണ്ടെങ്കിൽ കള്ളു മാത്രല്ല കേട്ടോ, വേറെന്തൊക്കെയോ കഴിച്ചിക്കണോ? ഓരോ ടീമുകളെ. എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഇനി നിങ്ങൾ എന്തായാലും ഈ വണ്ടി രണ്ടു വണ്ടിയും കൂടി സ്റ്റേഷനിൽ എത്തിക്കേ, നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് നീങ്ങാൻ പറ്റാം. ഹോസ്പിറ്റലും ആക്കാം. ഞാൻ വരാം. അപ്പൊ നിങ്ങൾ വണ്ടി ആയിട്ടുണ്ട് ഹെൽമറ്റ്. ഹലോ. ആ ഞാൻ പിന്നെ വിളിക്കും. ഞാൻ ഡോക്ടറെ കാണാൻ വേണ്ടി വന്നതാണ് ഇവിടെ, ഹോമിയോ ഡോക്ടർ. സുഗതൻ. ആ ശരി. ആ സർ. എന്താ? തലവേദനയാണ് സാറേ, തലവേദന. എന്താ പേര്?
പേര് സത്യശീലൻ. വയസ്സെത്രയായി? എത്ര വയസ്സ്? വയസ്സിപ്പോ 52. 52. തലവേദന? തല എവിടെയാ? തലയുടെ എവിടെയാ? അല്ല, അങ്ങനെയല്ലേ, തല ഈ സൈഡിലും ഇവിടെയും പിന്നെ ആകെ എല്ലാ ഭാഗത്തും കൂടെ കൊണ്ട് വരും. ഫുൾ ടൈം ഉണ്ടോ? ഇല്ല, ഇടയ്ക്ക് വരുമ്പോഴേ ഉള്ളൂ. അതെ, എല്ലാ സമയത്തും ഇല്ല, ചിലപ്പോ അങ്ങോട്ട് മാറും. ചില സമയങ്ങളിൽ വരും, ചില സമയത്ത് വരില്ല. ഈ കണ്ണിലേക്ക് പ്രകാശം തട്ടുമ്പോൾ ഇല്ല, അങ്ങനെ വരാറില്ല. ഇല്ല. ഈ നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഘോരമായ ശബ്ദം കേൾക്കുമ്പോൾ വരാറുണ്ട്. അപ്പൊ ഗാനമേളക്കൊക്കെ പോകുമ്പോ പോവാതിരിക്കുക. ഗാനമേളയ്ക്ക് പോകരുത്. എന്തിനാണ് ഗാനമേളയ്ക്ക് പോകണത്? എന്താണ് ജോലി? ഞാൻ സപ്ലൈ ഓഫീസിലാണ്. സപ്ലൈ ഓഫീസറൊക്കെ ഗാനമേളയ്ക്ക് പോകേണ്ട ആവശ്യം എന്താ? ശബ്ദം കേട്ട് കഴിഞ്ഞാൽ തലവേദന ആള്, വേദനിക്കുന്ന ആള്, തലവേദന ഉള്ള ആളൊന്നും ഗാനമേള കാണാൻ പോകരുത്. അപ്പോൾ വലിയ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ കണ്ണിൽ തറയ്ക്കുന്ന പ്രകാശം തട്ടിക്കഴിഞ്ഞാലൊക്കെയാണ് ഈ തല വേദനിക്കുന്നത്. പാട്ടൊക്കെ ഇഷ്ടമാണ് സാറേ. പാട്ടൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ട് പോവുകയാണേ. പലർക്കും പല കാര്യങ്ങളും ഇഷ്ടമായിരിക്കും, പക്ഷെ നമ്മുടെ ശരീരം നോക്കണം. അതെ, ഇതിപ്പോ ഒരു സൈഡാണ് വേദനിക്കുന്നതെങ്കിൽ ചെന്നിക്കുത്ത് എന്നൊക്കെ പറയാം. ഇതിപ്പോ മൊത്തത്തില് തല വേദനിക്കുന്നത് കൊണ്ട്. കഫക്കെട്ടുണ്ടോ? കഫക്കെട്ട് ഇടയ്ക്കുണ്ടാവും. ചുമ വരാറുണ്ടോ? ചുമ ഇപ്പൊ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചുമയ്ക്കും. ഇടയ്ക്ക് സ്ഥിരം ചുമ ഇല്ല. അപ്പൊ ചുമയുടെ അസുഖം ഇല്ല എന്നുള്ളതാണ്. ഈ അലർജി ഉണ്ടോ? പൊടി അലർജി സംഭവിക്കാറുണ്ട്? അങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പൊ ഇവിടെ വേദനിച്ച് മൊത്തത്തിൽ വേദനിക്കുമ്പോൾ കഴുത്തിലേക്ക് വേദന ഇറങ്ങാറുണ്ടോ? കഴുത്തിലേക്ക് വരും. കഴുത്തിലേക്ക് വേദന വരുമ്പോൾ ഞരമ്പിന്റെ അസുഖമാവാനും മതി. അതായത് അല്ല, ഈ ഞരമ്പിൽ ബ്ലോക്കുകൾ വരാം. അതിന് ന്യൂറോനൊന്ന് കാണിക്കാം നമുക്ക് ആദ്യം നമ്മുടെ കഴിഞ്ഞിട്ട്. അതല്ലെങ്കിൽ ചിലപ്പോൾ എല്ല് തേയ്മാനം സംഭവിച്ചാലും വേദനകൾ സംഭവിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓർത്തോനൊന്ന് കാണിക്കാം. ആദ്യം നമ്മുടെ ട്രീറ്റ്മെന്റ് കഴിയട്ടെ കേട്ടോ. സപ്ലൈ ഓഫീസറൊക്കെ അവിടെയൊക്കെ നോക്കി സാറേ, അതൊക്കെ നോക്കി കഴിഞ്ഞിട്ട് അതുകൊണ്ടൊന്നും കാര്യമായിട്ടുള്ള ഒരു ഫലം ഉണ്ടായില്ല. അതാണ് ഇപ്പൊ ഇവിടെ വന്നത്. ഇവിടെ വന്നാൽ മാറും. നമ്മളാണ് ശരിക്ക് ഇതിന് ചികിത്സ. ശരിക്കും ഇതാണ്, നമ്മൾ പൂർണ്ണമായി പറിച്ചെടുക്കുന്നു, മറ്റുള്ളവർ അങ്ങനെയൊക്കെയാണ്. അതൊന്നും നമ്മൾ അതിലേക്കൊന്നും പോകണ്ട. അപ്പൊ ഞാന് ഇത് എത്ര കാലമായി തുടങ്ങിയിട്ടെന്നാ പറഞ്ഞത്? ഇത് ഒരു 5-6 വർഷമായിട്ടുണ്ടാവും. എവിടെയെങ്കിലും തലകുത്തി മറിഞ്ഞോ? വീണോ? ഇല്ല, വീണിട്ടില്ല. നിങ്ങൾക്ക് ഓർമ്മ വെക്കുന്നതിന് മുമ്പ് ചെറുപ്പത്തിലെങ്ങാനും വല്ല വീണ് ക്ഷതം ഏറ്റിട്ടുണ്ടോ? അതിപ്പോ ചെറുപ്പത്തിൽ അങ്ങനെ വീണിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇപ്പൊ വീട്ടില് അമ്മയോട് ചോദിക്കേണ്ടി വരും. അപ്പൊ ഇത്തരം കാര്യത്തിനൊക്കെ വരുമ്പോ അമ്മയെ കൂട്ടിയിട്ട് വരണ്ടേ? എന്ന് അമ്മയോട് ചോദിക്കാമായിരുന്നില്ല. എന്താ അമ്മയെ കൊണ്ടുവരാഞ്ഞത്? അമ്മ മരിച്ചുപോയി സാറേ. സോറി. ഇതിന് ഞാൻ കുറച്ച് മരുന്നുകൾ തരാം, എഴുതട്ടെ. അതായത് തുള്ളി മരുന്നാണ് ഇതിന് മെയിനായിട്ടുള്ളത്. അതായത് ഞാൻ തരുന്ന തുള്ളി മരുന്ന് 4 തുള്ളി വീതം വേണം കഴിക്കാൻ. അത് 4 മണിക്കൂർ ഇടവിട്ട് ഒരു ദിവസം 4 നേരം കഴിക്കണം. അപ്പോൾ 4 തുള്ളി മരുന്ന് കഴിച്ച് 4 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും 4 തുള്ളി മരുന്ന് കഴിച്ച് 4 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും 4 തുള്ളി മരുന്ന് കഴിച്ച് 4 മണിക്കൂർ. 4 ഓർത്താൽ മതി. 4 ഓർത്താൽ മതി. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ചെറിയ ഗുളികകൾ തരും. അതൊരു 2 എണ്ണം ഇങ്ങനെ അലിയിച്ച് കഴിക്കണം കേട്ടോ. അതൊരു 4 നേരം. പിന്നെ ഒരു പൊടി തരാം. ഈ പൊടി 4ന്റെ പകുതി 2 നേരം 1/2 ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ ചാലിച്ച് കഴിക്കണം. ഓരോ പൊതി ഞാൻ തരുന്നത് പൊട്ടിക്കുക, അതിലൂടെ ഇടുക, എന്നിട്ട് ഇങ്ങനെ ചാലിച്ച് കഴിക്കുക. ഒരു പൊതി എടുത്തിട്ട് പകുതിയോ? ഒരു പൊതി 1/2 ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ. അപ്പൊ ഞാൻ അതിന് കുറച്ച് പൊതി തരും. ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ വന്നാൽ മതി കേട്ടോ. ഇപ്പൊ മാറിക്കൊള്ളൂ. പിന്നെ ഇറച്ചി, മീനും, മുട്ടയൊക്കെ കഴിക്കാറുണ്ടോ? കഴിക്കണ്ട. കാപ്പി കുടിക്കാറുണ്ടോ? കുടിക്കണ്ട കേട്ടോ. ചായ? ചായ ഒരെണ്ണം വേണമെങ്കിൽ കുടിച്ചോളൂ, പക്ഷെ ഇതൊന്നും കുടിക്കാൻ പാടില്ല. എന്തിനാണ് ഇതൊക്കെ കുടിക്കുന്നത്? കഴിക്കാറുണ്ടോ? കഴിക്കും. എന്ത് കഴിക്കും? അല്ല, ഭക്ഷണമൊക്കെ. ഭക്ഷണമല്ല, മദ്യം കഴിക്കാറുണ്ട്? ഇല്ല. വെരി ഗുഡ്. കഴിക്കണ്ട. അപ്പോ 300 പീസ് 150
750 രൂപ. 750 മരുന്നിന്റെ അടക്കം കേട്ടോ. ഓ ഞാൻ എണ്ണി നോക്കൊന്നുമില്ല, എനിക്ക് വിശ്വാസം, എല്ലാവരും വിശ്വാസമാണ് കേട്ടോ. ശരി സാർ. എങ്ങോട്ടാ പോകുന്നത്? മരുന്ന് വേണ്ടേ? വേണോ? എവിടുന്ന്? മരുന്ന് പുറത്തുനിന്ന് ഞാൻ പോയി എടുത്തിട്ട് വരണം. ഓ അവിടെ ഹലോ, എന്താ? ഞാൻ ഇവിടുന്ന് ഇറങ്ങിയിട്ടില്ലേ, ഞാൻ ഇവിടെ തന്നെ ഇരിക്കുകയാണ്. ഇപ്പൊ മരുന്നെടുക്കാൻ പോയിരിക്കുക ഡോക്ടർ. പൈസ കട്ടോണ്ട് പോയില്ലടോ. ഇല്ല, സത്യമായിട്ടില്ലടി. ശരിയാക്കി തരും. മനുഷ്യരൊക്കെ നിൽക്കുന്ന ഒരു മര്യാദയായിട്ട് സാറേ സാറേ, ഇയാളും ഞാനും കൂടി ഒരു കല്യാണത്തിന് പോയതാണ്. അവിടെ വെച്ചിട്ട് എൻ്റെ പേഴ്സിലത്തെ പൈസ കാണാണ്ട് പോയി. ആ പൈസ ഇയാൾ കൂട്ടുകൂടി കൊണ്ടുപോയി എടുത്തിട്ട് കള്ളു കുടിച്ചു സാറേ. ഇയാൾ കള്ളു കുടിക്കുകയും ചെയ്തു, മൂക്കുമുട്ട അവിടെ നിന്ന് തിന്നുകയും ചെയ്തു. എനിക്ക് പൈസ കൊടുക്കാനും പറ്റിയില്ല, ഒരു വക്കത്തി കഴിക്കാൻ നാണക്കേടും കൊണ്ട് ഞാൻ പോയതാ സാറേ. കുടിച്ചിട്ടില്ല എന്ന് പറയുന്നത്. എൻ്റെ ഭർത്താവാ. കഴിച്ചിട്ടുണ്ടോ? സാറേ സാമ്പാറും ചോറും നല്ലതായിരുന്നു, കുറച്ച് ചോറ് കഴിച്ചിട്ടുണ്ട്. സാറേ ഇതിന്റെ പൈസ പോയിട്ടുണ്ട് സാറേ. കള്ളു കുടിച്ചോന്നൊന്ന് തെളിയിക്കും സാറേ. അല്ല, ഇപ്പൊ ഇത് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? സാറിന്റെ മെഷീൻ വെച്ചിട്ടൊന്ന് കുടിച്ചിട്ടുണ്ടോന്ന് ഇത് ട്രാഫിക്കില് ആരെങ്കിലും വണ്ടിയായിട്ട് പോകുമ്പോ അവര് മദ്യപിച്ചിട്ടുണ്ടോന്ന് ചെക്ക് ചെയ്യാനുള്ളൊരു സംഗതിയാണ്. അല്ലാതെ റോഡിൽ കൂടെ നടന്നു പോയിപ്പോൾ അയാൾ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇത് വലിച്ച് പരിശോധിച്ച് ഞങ്ങൾക്ക് അയാൾക്ക് നേരെ ആക്ഷൻ എടുക്കാനൊന്നും പറ്റില്ല. ഇയാൾ മദ്യപിച്ച് വേറെ എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്താൽ നമുക്ക് നിയമ നടപടി എടുക്കാം. ഇതിപ്പോൾ നിങ്ങളുടെ പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങളൊരു പരാതി സ്റ്റേഷനിൽ കൊടുത്താൽ അതിനുള്ള ഒരു അന്വേഷണം എന്താണെന്ന് നമുക്ക് ചെയ്യാം. ഭർത്താവല്ലേ സാർ? അപ്പൊ നല്ല സ്നേഹമുള്ള ഭാര്യ ഭർത്താക്കന്മാരാണ്. അപ്പൊ കുഴപ്പമില്ല, രണ്ടാളും തോളത്ത് കയറ്റിട്ടേ എല്ലാവരും പോയിക്കാൻ കുറച്ച് വർക്കുണ്ട് ഇവിടെ. നല്ല പോലീസ്, കുടിയന്മാർക്ക് കൂട്ടുവെക്കണ പോലീസാണ് സാറേ. നന്ദിയുണ്ട്. കല്യാണത്തിന് വെക്കേണ്ട കാശ് കിട്ടും, മദ്യപിച്ചിട്ട് പിന്നെ നന്ദി പറയാൻ നടക്കാൻ. ഒരു ഹൈവേയിലേക്ക് നമുക്ക് കുറച്ചു നേരം. അല്ല, എന്തായാലും ഇപ്പൊ ഇവിടെ നിൽക്കാനൊരു സമാധാനം. ഹെൽമെറ്റ് ഒഴുക്കി. എന്താ ഇങ്ങോട്ട് ഇറങ്ങി? ഒരു ചെക്കിങ്ങിന് വിളിച്ചാൽ പിന്നെ ഇറങ്ങണ്ടേ? ആ ബുക്കും പേപ്പർ എടുക്കണ്ട, ഇവിടെ വരി, ഒന്ന് പോരി. സാറേ റെഡിയാ? വരി വരി, ഇങ്ങോട്ട് വരി. മദ്യപിച്ചില്ല സാർ. ഈ മദ്യപിച്ച് ഡ്രൈവ് ചെയ്തത് എന്നുള്ള അറിയില്ലേ സാറേ? മദ്യപിച്ചിട്ടില്ല ഞാൻ. ഈ വിസിൽ ഇതിനെന്തെങ്കിലും കുഴപ്പമുണ്ടാവും, എനിക്കറിയില്ല. ഈ റോഡിൽ കൂടെ വണ്ടി ഓടിക്കുന്ന ആൾക്കാർ മദ്യപിച്ചോ എന്ന് അറിയാനുള്ള ആൽക്കോ മീറ്ററാണിത്. ഈ മീറ്റർ പറഞ്ഞ് നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് പിന്നെ നിങ്ങൾ എന്തിനാ കള്ളത്തരം പറയണേ? ഞാൻ മദ്യപിക്കുകയും ചെയ്യാം, പിന്നെ നുണയും പറയാ. കള്ളത്തരൊന്നുമല്ല സാറേ, ഞാൻ മദ്യപിച്ചിട്ടില്ല. മദ്യപിക്കാതെ ഈ വിസിൽ ഇതിനെന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ എന്നുള്ള ഇതിന് കംപ്ലൈന്റ് ഒന്നുമില്ല. അതിന് മുമ്പ് ഞങ്ങൾ 2-3 ആൾക്കാരെ കൊണ്ട് ജയിപ്പിച്ചാൽ ഇയാളെ എവിടെ വരണേ? സാറേ, ഞാൻ സപ്ലൈ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. നിങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥരാണ്, നിങ്ങൾ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യണം. ഇന്ന് ഫംഗ്ഷൻ വല്ലതും ഉണ്ടായോ? സാറേ, ഞാൻ ഹോമിയോ മരുന്ന് കഴിക്കുന്നുണ്ട്. എല്ലാവരും ഇത് തന്നെ ഹോമിയോടെ മരുന്ന് കഴിക്കുന്നുണ്ട് തലവേദനയ്ക്ക്. അത് കഴിച്ചു ഞാൻ ഇപ്പൊ കുറച്ച് മുമ്പ്. അപ്പൊ ഒരുപക്ഷെ ഞാൻ അതിന്റെ ആണോ എന്നുള്ളത് അറിയില്ല. എവിടെയാ മരുന്ന്? എവിടെ? മരുന്നിന്റെ അടുത്തുണ്ട്. കാണിക്കും. സത്യം പറയണമെന്നുണ്ട്. ആളെ കണ്ടിട്ട് അങ്ങനെ കള്ളത്തരം തോന്നുന്നില്ല. ആ സാർ, സാർ അത് ഇവിടെ ഇപ്പോൾ ഒരു സ്കൂട്ടർ ഓടിച്ചൊരാൾ വന്നിട്ട് അയാൾ ചെക്ക് ചെയ്തപ്പോഴേ അദ്ദേഹം അയാൾ മദ്യപിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്, പക്ഷെ ബീപ്പ് അടിക്കുന്നുണ്ട്. അതെ അതെ അതെ, അയാൾ ഹോമിയോ മരുന്ന് ഉപയോഗിക്കുന്നുണ്ട്, അപ്പം അതുകൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റും സാർ അത്? ഓ ഓക്കെ സാർ, ഓക്കെ 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 സാർ, ഓക്കെ ഓക്കെ. ഓഫീസിന്റെ കാര്യത്തിന് അത്യാവശ്യത്തിന് വേണ്ടി. അതെ അതെ അതെ, അല്ല ഞാൻ ഇപ്പൊ സിഎന് വിളിച്ചു. അപ്പോൾ സാറ് പറഞ്ഞെന്താണെങ്കിൽ ഇതിപ്പോ ഇങ്ങനെ ബീപ്പ് ചെയ്തുകൊണ്ട് ഒന്ന്
വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കിയിട്ട് അവിടുത്തെ റിസൾട്ട് അനുസരിച്ച് എന്താണെങ്കിൽ ചെയ്യാനാ പറഞ്ഞത്. ഞാൻ അവിടെയൊക്കെ പോയി വരുമ്പോഴത്തേക്കും അല്ല, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. നമുക്ക് അങ്ങനെ തീരുമാനിക്കാൻ പറ്റുമോ? ഇത് നിയമല്ലേ. നിങ്ങൾ സഹകരിക്കൂ, ഒന്ന് സഹകരിക്കൂ കേട്ടോ. തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. വണ്ടി ഞാൻ എടുക്കാം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇനി ടൈം കളയണ്ട കേട്ടോ. വണ്ടി എടുത്തോളാം. ഒന്ന് ഇയാളൊന്ന് ഹോസ്പിറ്റലിലാക്കിയിട്ടേ ആ സാറേ വണ്ടി എടുത്ത് ഞങ്ങൾ വന്നാൽ മതി. വണ്ടി എടുക്കാം കേട്ടോ. അത് എടുക്കുമ്പോ സൂക്ഷിക്കണം സാറേ. ആ നോക്കാം, ഞാൻ നോക്കിക്കോളാം. പുതിയ വണ്ടിയാണത്. ഓ പുതിയ വണ്ടിയാണ് കള്ളു കുടിച്ച് ഓടിക്കുന്നത്.